കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നിരന്തരം വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ മന്ത്രി ജോർജ് കുര്യനെ വാനോളം വാഴ്ത്തുന്നു. വിവാദങ്ങൾ സൃഷ്ടിക്കാതെ നിശബ്ദ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന മന്ത്രി കുര്യന്റെ ശൈലി മാതൃകാപരമെന്ന് മന്ത്രി സജി ചെറിയാൻ. മോദി സർക്കാരും പിണറായി സർക്കാരും തമ്മിലുള്ള ഒത്തുതീർപ്പ് നാടകമെന്ന് UDF. വികസന നീക്കത്തിന് പിന്നിലും രാഷ്ട്രീയ പോര് കത്തുന്നു. കേന്ദ്രമന്ത്രിസഭയിൽ 2 മലയാളികൾ സഹമന്ത്രിമാരായി എത്തിയപ്പോൾ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നത് സുരേഷ് ഗോപിയായിരുന്നു. സിനിമാ താരം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി അതിന് ഒരു കാരണമായിരുന്നു താനും. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാനും O രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കെ അദ്ദേഹത്തോടൊപ്പം ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമുള്ള ജോർജ് കുര്യനായിരുന്നു നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മറ്റൊരു മലയാളി സാന്നിധ്യം. ഏതു വേദികളിലും നാടകീയ ഇടപെടലുകളും വൈകാരിക പ്രഭാഷണങ്ങളും നടത്തി വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന മന്ത്രി സുരേഷ് ഗോപിയുടെ പ്രവർത്തന ശൈലിയിൽ നിന്നെല്ലാം തികച്ചും വിഭിന്നനാണ് മന്ത്രി ജോർജ് കുര്യൻ എന്ന് അധികം വൈകാതെ ഏവർക്കും വ്യക്തമാവുകയും ചെയ്തു. മാധ്യമ ക്യാമറകൾക്ക് മുന്നിലെ ഇരു മന്ത്രിമാരുടെയും ആദ്യഘട്ട പ്രകടനങ്ങൾ കണ്ടപ്പോൾ സുരേഷ് ഗോപി സംസ്ഥാനത്തിനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അത്രത്തോളം മികവ് ജോർജ് കുര്യന് പുലർത്താൻ സാധ്യതയില്ലെന്നും വിലയിരുത്തിയവരാണ് മലയാളികളിൽ ഏറെയും. എന്നാൽ അധികം വൈകും മുമ്പേ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകൾ പിന്നീട് അരങ്ങേറുകയും ചെയ്തു. കഥാപാത്രങ്ങളുടെ ഹാങ് ഓവറിൽ വേദി ഏതെന്ന് നോക്കാതെ മന്ത്രി സുരേഷ് ഗോപി നടത്തുന്ന ധാർഷ്ട്യം കലർന്ന അഭിപ്രായ പ്രകടനങ്ങളും ശരീരഭാഷയുമെല്ലാം BJP നേതൃത്വത്തിന് തന്നെ തലവേദനയാകുന്ന വിധത്തിലേക്ക് വളരുന്നുവെന്ന് BJPക്കുള്ളിൽ പോലും ഇപ്പോൾ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതേസമയം മന്ത്രി ജോർജ് കുര്യനെ രാഷ്ട്രീയ വ്യത്യാസം മാറ്റിവെച്ച് പിന്തുണയ്ക്കാനും പുകഴ്ത്താനും സംസ്ഥാന ഭരണാധികാരികളും CPM നേതൃത്വവും തയ്യാറാകുന്നുമുണ്ട്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന പക്വതയുള്ള മന്ത്രിയാണ് ജോർജ് കുര്യൻ എന്നാണ് സംസ്ഥാന മന്ത്രിസഭയുടെ പൊതുവിലയിരുത്തൽ. കേന്ദ്ര മന്ത്രിസഭയുടെ രാഷ്ട്രീയ നിലപാടിനെയല്ല, കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ ജോർജ് കുര്യന്റെ ആത്മാർത്ഥതയെ സംസ്ഥാന സർക്കാർ അഭിനന്ദിക്കുന്നുവെന്ന് വിഭിന്ന ചേരിയിൽ നിൽക്കുന്ന സജി ചെറിയാന് പോലും തുറന്നു പറയേണ്ടി വന്നതിന് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ട്. ആളും ആരവവും പരസ്യ പ്രചാരണങ്ങളും ഒന്നുമില്ലാതെ ശാന്തമായ പ്രവർത്തന ശൈലിയാണ് മന്ത്രി ജോർജ് കുര്യന്റേത്. വിവാദങ്ങൾ സൃഷ്ടിക്കാതെ സംസ്ഥാന സർക്കാരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് അദ്ദേഹം ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വലിയ വിജയത്തിലെത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായി അംഗീകരിക്കാൻ ഏറെ വിമുഖത കാണിക്കുന്ന സംസ്ഥാന സർക്കാരിന് പോലും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൈക്കൊള്ളുന്ന അനുഭാവ സമീപനങ്ങളെ പലതവണ അഭിനന്ദിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ചുവപ്പുനാട കുരുക്കുകളിൽപ്പെട്ട് കിടന്നിരുന്ന അഞ്ചുതെങ്ങ് മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റാൻ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിയായി ചുമതലയേറ്റിയുടൻ തന്നെ അദ്ദേഹം ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ആ നീക്കത്തിന് വലിയ ഫലമുണ്ടായി. തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക കുരുക്കുകൾ എല്ലാം മാറിക്കഴിഞ്ഞു. തുറമുഖ വികസനത്തിനായി 167 കോടി രൂപ കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തുറമുഖ വികസനത്തിനായി അദ്ദേഹം നടത്തിയ ആത്മാർത്ഥമായ ഇടപെടലുകളെ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുകയാണെന്ന് തുറന്നു പറയുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. അപകടങ്ങൾ നിരന്തര സംഭവമായതോടെ മത്സ്യബന്ധന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മുതലപ്പൊഴി അത്യധികം അപകട സാധ്യത മേഖലയായി മാറുകയായിരുന്നു. അത് പരിഹരിക്കാനുള്ള ആവശ്യങ്ങൾ പലതവണ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചുവെങ്കിലും കേന്ദ്ര സർക്കാരുകൾ വലിയ പ്രാധാന്യമൊന്നും അവർക്ക് നൽകിയിരുന്നില്ല. ആ സാഹചര്യത്തിന് വലിയ തോതിൽ മാറ്റം കൊണ്ടുവന്നത് മന്ത്രി ജോർജ് കുര്യൻ തന്നെയാണ്. ഇടതുമുന്നണി നേതൃത്വം രാഷ്ട്രീയം മറന്ന് ജോർജ് കുര്യന് പിന്തുണ നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതിനു പുറമെ സംസ്ഥാനത്തെ മത്സ്യ കർഷകരുടെ ക്ഷേമം മുൻനിർത്തി മറ്റ് ഒട്ടേറെ പദ്ധതികളും മന്ത്രി മുൻകൈയെടുത്ത് ഇതിനോടകം ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമം പദ്ധതി അതിൽ പ്രധാനമാണ്. ISRO-G സാറ്റലൈറ്റ് വഴി ഉൾക്കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷയേകുന്ന പദ്ധതികളൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അതൊന്നും തന്നെ ഏകപക്ഷീയ വിജയമായി കൊട്ടിഘോഷിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒത്തൊരുമിച്ച പ്രവർത്തനത്തിന്റെ നേട്ടമാണെന്ന് തുറന്നു സമ്മതിക്കാൻ മടിയില്ലാത്ത അപൂർവം നേതാവ് കൂടിയാണ് ജോർജ് കുര്യൻ. അതുകൊണ്ടുകൂടിയാണ് CPM നേതാക്കൾ പോലും അദ്ദേഹത്തെ ഈ വിധത്തിൽ പുകഴ്ത്താൻ തയ്യാറാകുന്നതും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിധത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയാൽ നാടിന്റെ വികസന വിഷയങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാനാകും എന്നാണ് അവരുടെ പൊതുവിലയിരുത്തൽ.
ഈ വിധത്തിൽ മന്ത്രി ജോർജ് കുര്യനെ പുകഴ്ത്തിക്കൊണ്ട് സജി ചെറിയാൻ തുറന്നടിച്ചത് മറ്റൊരു കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ് താനും. BJP മന്ത്രിസഭയിലെ ഒരാളെ ഈ വിധത്തിൽ പുകഴ്ത്തേണ്ടതുണ്ടോ എന്ന വിധത്തിൽ ഇടതുമുന്നണിയിലെ ചില ഘടക കക്ഷികൾ ആദ്യഘട്ടത്തിൽ ചില അലോസരങ്ങൾ ഉയർത്തിയെങ്കിലും ഇപ്പോൾ അവരും നിശബ്ദരായിരിക്കുകയാണ്. മോദി സർക്കാരുമായി ഒത്തുതീർപ്പ് പ്രവർത്തനങ്ങളാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്ന ആക്ഷേപമാണ് കുറച്ചു കാലമായി UDF കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ആ വാദഗതികളെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് കേന്ദ്രമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങളെ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് UDF കേന്ദ്രങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്.